ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, ഓണം എക്സാമിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടഫുള്ള ചാപ്റ്റർ ഏത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എത്ര പഠിച്ചാലും കൺഫ്യൂഷൻ വരുന്നുള്ള അല്ലെങ്കിൽ മറന്നു പോകുന്ന ചാപ്റ്റർ ഏത് എന്ന് ചോദിച്ചാൽ, അതിൽ ഒന്നാം സ്ഥാനത്ത് ഒരു പക്ഷേ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണെങ്കിൽ, രണ്ടാം സ്ഥാനത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് മിക്കവാറും ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആയിരിക്കും. പൊതുവേ അങ്ങനെയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ഈ വീഡിയോയിൽ ഈ ട്രിഗണോമെട്രി, ഇൻവേഴ്സ് ട്രിഗണോമെട്രി നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും ഉണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനും കാണുക. ഒരു ഇത്തിരി ലെങ്തി ആണെങ്കിൽ പോലും അത് നിങ്ങൾ കഷ്ടപ്പെട്ട് കാണുകയാണെങ്കിൽ അത്രയധികം ബെനിഫിറ്റ് ഉണ്ടാവും. അതിൽ യാതൊരു സംശയവും വേണ്ട. വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. കാരണം കൂടുതൽ വീഡിയോകൾ എടുക്കാനുള്ള എനർജി തരുന്നത് നിങ്ങളാണ്. ഈ ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് +1 കുറച്ച് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിന് സ്പെഷ്യലായിട്ട് ഒരു വീഡിയോ വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ ഡിയേഴ്സ്, നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഏറ്റവും ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു ടേബിൾ എന്ന് പറയുന്നത് ഈ ടേബിളാണ്. പക്ഷേ പല കുട്ടികൾക്കും ഇത് പഠിക്കാൻ ഭയങ്കര പേടിയോ അല്ലെങ്കിൽ ചില ഐഡിയകളൊന്നും ഇല്ലാത്തത് കൊണ്ട് പഠിക്കാൻ പറ്റാറില്ല. അവർക്ക് വേണ്ടി ഒരു കിടിലൻ ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു ഇക്വേഷൻ മാത്രമല്ല, ഇനി അങ്ങോട്ട് 6 ഇക്വേഷൻ കൂടി പഠിക്കാനുണ്ട്. ആ എല്ലാ ഇക്വേഷനും കൂടി ഒറ്റ ട്രിക്ക് മാത്രം മതി. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. സൈലമുള്ളതും കോഴിക്കോടാണ്. സോ ആ കോഴിക്കോടിനെ ഞാനൊന്ന് മാറ്റി എഴുതാൻ പോവുകയാണ്. കോസിക്കോട്ട് എന്ന് എഴുതാൻ പോവുകയാണ്. ഓക്കെ, എന്താണ് കോഴിക്കോടിനെ ഞാൻ മാറ്റിയത്? കോസിക്കോട്ട്, കോസിക്കോട്ട്. ഇവരൊരു ഫാമിലിയാണ്. ഈ ഫാമിലിയിൽ പെടാത്ത സൈന്, കൊസീക്ക് ആൻഡ് ടാൻ, ഇവർ വേറൊരു ഫാമിലിയാണ്. ഈ ഒരു ഫാമിലി വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ മുഴുവൻ ഇക്വേഷൻസും വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ കാണുന്ന ടേബിൾ തന്നെ നോക്കൂ മക്കളെ. കോസ്, സീക്ക്, കോട്ട്, ഈ 3 ഇക്വേഷൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്ക് ആവശ്യമുള്ളത് ഈ കാണുന്ന റേഞ്ചാണ്. സോ 0 to π, ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to π. അടുത്തത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to π തന്നെയാണ്. നമുക്കറിയാം സീക്ക് എന്ന് പറഞ്ഞാൽ 1/cos ആണ്. അപ്പോൾ കോസ് അടിയിൽ ഒരിക്കലും 0 ആവാൻ പാടില്ല. അപ്പോൾ കോസ് 0 ആവുന്ന ആംഗിൾ ഏതാണ്? π/2 ആണ്. അതുകൊണ്ടാണ് ആ 0 to π എന്നിൽ നിന്നും എന്താ കുറയ്ക്കുന്നത്? π/2 കുറയ്ക്കുന്നത്. അടുത്തത് ഓപ്പൺ ഇൻ്റർവൽ 0 to π. അപ്പോൾ ഈ ടേബിളിലെ 3 നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ആകെ ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ തന്നെ ഇവിടെ നോക്കിയിട്ട് പറയാം, ഞാൻ സ്ക്രീനിൽ നോക്കാതെ തന്നെ പറയാം. 3 ആളാണ് കോസ്, സീക്ക്, കോട്ട്. അത് കോസ് എന്ന് പറയുന്നത് ക്ലോസ് ഇൻ്റർവൽ 0 to π, സീക്ക് എന്ന് പറയുന്നത് ക്ലോസ് ഇൻ്റർവൽ 0 to π എക്സെപ്റ്റ് π/2, ആൻഡ് കോട്ട് എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവൽ 0 to π. സെയിം പാറ്റേൺ തന്നെയാണ് നമ്മുടെ ബാക്കി 3 വരുന്നത്. നോക്കൂ മക്കളെ, സൈന്, കൊസീക്ക് ആൻഡ് ടാന്. സൈനും ഓപ്പൺ ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 to π/2. നമുക്കറിയാം കൊസീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? 1/sin ആണ്. 1/sin എന്നാൽ അടിയിൽ സൈൻ 0 ആവാൻ പാടില്ല. സൈൻ 0 ആവുന്നത് 0 എന്ന് പറഞ്ഞ ഡിഗ്രിയിലാണ്. സൈൻ 0 0. സോ ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 to π/2 എക്സെപ്റ്റ് 0 ആൻഡ് ഓപ്പൺ ഇൻ്റർവൽ -π/2 to π/2 പഠിച്ചു. ഈ ടേബിൾ മുഴുവൻ നിങ്ങൾ പഠിച്ചു. അപ്പോൾ ആകെ ഓർത്ത് വെക്കേണ്ടത് കോസിക്കോട്ടി എന്ന് പറയുന്ന ഈ ഒരൊറ്റ ഫാമിലിയാണ്, അല്ലെങ്കിൽ ഈ ഒരൊറ്റ ടീമിനെയാണ്. ക്ലിയർ ആണല്ലോ? ഇത് മാത്രമല്ല, നമുക്ക് ഈ ചാപ്റ്ററിൽ ഒറ്റ ഇക്വേഷൻ കൂടി വളരെ പ്രധാനപ്പെട്ട പഠിക്കേണ്ടതുണ്ട്. അത് മറ്റാരില്ല, അത് പഠിച്ചാൽ കഴിഞ്ഞു, ചാപ്റ്റർ കഴിഞ്ഞു. അത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇക്വേഷൻസ് പഠിച്ചു വെക്കാം. ആ ചാപ്റ്റർ ഈ കാണുന്ന ഈ 3 ഇക്വേഷൻ കൂടിയാണ്, 6 ഇക്വേഷൻസ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിം ഇക്വേഷൻ തന്നെയാണ്. കോസിക്കോട്ട്, കോസ്, സീക്ക്, കോട്ട്. എന്താണ് കോസ്, സീക്ക്, കോട്ടിൻ്റെ പ്രത്യേകത മക്കളെ? ഫോർ എക്സാമ്പിൾ, സൈൻ ഇൻവേഴ്സ് ഓഫ് -x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, സൈനിൻ്റെയും ടാനിൻ്റെയും കൊസീക്കിൻ്റെയും ഉള്ളിലാണ് നെഗറ്റീവ് വരുന്നതെങ്കിൽ ആ നെഗറ്റീവിനെ നമ്മൾ പുറത്തെടുത്തിട്ട് സെയിം ഉത്തരം എഴുതും. -sin ഇൻവേഴ്സ് x. ഫോർ എക്സാമ്പിൾ, സൈൻ ഇൻവേഴ്സ് ഓഫ് -1/√2ൻ്റെ വാല്യൂ കാണുന്നതും -sin ഇൻവേഴ്സ് 1/√2ൻ്റെ വാല്യൂ കാണുന്നതും എന്താണ്? സെയിം ആണ്. ക്ലിയർ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ? അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ കോസ്, സീക്ക്, കോട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ 3 പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കോസിൻ്റെ ഉള്ളിലാണ് നെഗറ്റീവ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ π- cos ഇൻവേഴ്സ് x എന്നാണ് എഴുതുക. അവിടെ നെഗറ്റീവ് പുറത്തെടുക്കുന്നതിന് പകരം അവിടെ ഒരു π- എക്സ്ട്രാ ആയിട്ട് വരും. ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് മുഴുവൻ മാർക്ക് വാങ്ങാനുള്ള +2 ട്രിഗണോമെട്രിയിലെ അല്ലെങ്കിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് എന്ന് പറയുന്നത്. സോ വീഡിയോ മുഴുവനും കാണുക. വിലപ്പെട്ട ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ 12 ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞുവെങ്കിൽ, വിത്തിൻ സെക്കൻഡ് കൊണ്ട് തന്നെ ആ 12 ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ വേറെ ലെവലായിട്ടുണ്ട്. സോ ഇതുപോലെ ബാക്കി ചോദ്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ആവശ്യം +1 ട്രിഗണോമെട്രിയിലെ കുറച്ച് ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് സ്പെഷ്യലായിട്ടൊരു വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ ഞാൻ നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഒന്നാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ നാളത്തെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാമിൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിലും ഞാൻ ഇവിടെ കാണിക്കുന്ന ഈ 10 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ഉണ്ടാവും. യാതൊരു സംശയവും വേണ്ട. ഞാൻ ഇവിടുന്ന് 2 ക്വസ്റ്റ്യൻ ആണ് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ ആണ് സെലക്ട് ചെയ്യുന്നത്.
ഇനി പബ്ലിക് ലൈവ് ഇന്ന് രാത്രി ഉണ്ട്, അതും കൂടി കാണുക, അപ്പോൾ പെർഫെക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്യാത്ത ചോദ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ എന്താക്കാം പബ്ലിക് ലൈവിലും, അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ആയിട്ട് നമുക്ക് പബ്ലിക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം, മറക്കരുത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. അപ്പോൾ കോസ് സീക്ക് കോട്ടാണ്. കോസ് സീക്ക് കോട്ടിൻ്റെ ഉള്ളിലേക്ക് പൈ മൈനസ് ആണ് വരുന്നത്, ബാക്കിയുള്ളതെല്ലാം മൈനസ് പുറത്തെടുക്കുന്നു. അപ്പോൾ സൈൻ ഇൻവേഴ്സ് -1/2 എന്ന് പറയുന്നതും മൈനസ് ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറയുന്നതും സെയിം ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ ചെയ്യുന്നത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും, അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കാം. ഈ കാണുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യുക? ആദ്യം തന്നെ നമ്മൾ ലെറ്റ് തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് എടുക്കാം. നമ്മൾ കണ്ടുപിടിക്കേണ്ട ഉത്തരം എന്താണ്? സൈൻ ഇൻവേഴ്സ് 1/2 ആണ്. സോ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/2. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തീറ്റ കണ്ടുപിടിക്കാം. സൈൻ തീറ്റ ഈക്വൽ ടു 1/2. ഓക്കെ, സൈൻ തീറ്റ ഈക്വൽ ടു 1/2 ഇതിനങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ സൈൻ തീറ്റ 1/2 ആണെങ്കിൽ ആ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും നിങ്ങൾ പറ? സൈൻ തീറ്റ എന്ന് പറയുന്നത് 1/2 ആണെങ്കിൽ നമുക്കറിയാം 30:60:90, 60:90, 1:√3:2. സോ അത് ഏതായിരിക്കും ആംഗിൾ? ദാറ്റ് ഈസ് 1/2 30 ഡിഗ്രി, ദാറ്റ് ഈസ് π/6 ആയിരിക്കും, π/6. സോ ഇതിൻ്റെ ആൻസർ -π/6. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എത്ര? -π/6 ഇത്രേ ഉള്ളൂ. കാരണം സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് π/6 ആണ്, ആംഗിളാണ്. സോ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, സോ -π/6. ഓക്കെ ആണല്ലോ, പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? ഓരോ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു നെഗറ്റീവ് മോഡൽ ഞാൻ ചെയ്ത് കാണിച്ചു തന്നു. ഇനി ഒരു പോസിറ്റീവ് മോഡൽ ഡയറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. കോസ് ഇൻവേഴ്സ് ഓഫ് √3/2. കോസ് ഇൻവേഴ്സ് ഓഫ് √3/2. ഇത് പോസിറ്റീവ് തന്നെ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പണിയുമില്ല. എങ്ങനെ ആൻസർ ചെയ്യാം? യെസ്, ലെറ്റ് തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് √3/2. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കിട്ടും? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു √3/2. പെർഫെക്റ്റ് അല്ലേ മക്കളെ? കോസ് തീറ്റ √3/2 ആവുന്നത് ഏത് ആംഗിളിലാണ്? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു √3/2 ആണെങ്കിൽ അത് 30 ഡിഗ്രിയിലാണ്. സോ തീറ്റ ഈക്വൽ ടു π/6. ആൻസറായി. തീറ്റ π/6 ആകുമ്പോൾ, അതായത് കോസ് π/6 ആണ് √3/2. സോ ആൻസർ വെരി ക്ലിയർ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും കിട്ടി. ഇതാണ് പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ നെഗറ്റീവ് വരുന്ന മറ്റൊരു മോഡൽ നോക്കാം. കോസ് സീക്ക് കോട്ട്. ഇപ്പോൾ സൈന് കൊസീക്ക് ഏതാണ്? ടാൻ ആണ്. അപ്പോൾ ഇതിന് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഇത് രണ്ടും ഒരേ ഫാമിലിയാണ്. ഇനി കോസിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഉണ്ടോ നെഗറ്റീവ് വരുന്നത്? ആ കോസിൻ്റെ ഉള്ളിൽ നെഗറ്റീവ്, കോസ് ഇൻവേഴ്സ് ഓഫ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ -1/√2. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിക്കുക. കോസിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നതിന് ഉത്തരം π മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1/√2 ആണ്. ഓക്കെ, ഈ ഒരു 3 ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ ഈ 10 ചോദ്യങ്ങൾ പഠിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് സ്വന്തം പഠിച്ചത് എല്ലാത്തിൻ്റെ ആൻസർ കിട്ടും. ആകെ ശ്രദ്ധിക്കേണ്ടത് കോസ് സീക്ക് കോട്ട് വരികയാണെങ്കിൽ അവിടെ π മൈനസ് യൂസ് ചെയ്യുക. സൈൻ ആണ് വരുന്നതെങ്കിൽ, ഉള്ളിൽ നെഗറ്റീവ് വരുന്നെങ്കിൽ അവിടെ മൈനസ് പുറത്തെടുക്കുക. ബാക്കി ഓക്കെയാണ്. സോ നമുക്കറിയാം കോസ് ഇൻവേഴ്സ് ഓഫ് 1/√2 ഈസ് ഈക്വൽ ടു തീറ്റ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതാണ്. സോ നമുക്കറിയാം കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1/√2, ദാറ്റ് ഈസ് π/4 ആണ്. തീറ്റ ഈക്വൽ ടു എത്രയാണ്? π/4. തീറ്റ π/4 ആവുന്ന സമയത്താണ് എന്ത് വരുന്നത്? 1/√2 ആവുന്നത്. സോ ഇതിൻ്റെ ഫൈനൽ ആൻസർ എത്ര? നെഗറ്റീവ് വരികയാണെങ്കിൽ, സോ ദ ആൻസർ ഈസ് π മൈനസ് π/4. സോ കോസ് ഇൻവേഴ്സ് ഓഫ് -1/√2 ഈസ് ഈക്വൽ ടു π മൈനസ് π/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 3π/4 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ മക്കളെ? ഇവിടെ 3π/4, 3 × 45 ആണ്. നമുക്കറിയാം കോസിൻ്റെത് -π to π, -0 to π, 0 to πയിലാണ്. അപ്പം 180ൻ്റെ ഇടയിലല്ല ഈ ആംഗിൾ നോക്കും. 3 × 45 135 ആണ്. യെസ്, അതും കൂടി ഒന്ന് വെരിഫൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അത് നമ്മൾ ഇനി വരുന്ന ചോദ്യങ്ങളിൽ പഠിക്കും. സോ ഒരു എക്സസൈസ് കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ആകെ ഒരു എക്സസൈസ് കൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ തന്നെ കഴിഞ്ഞു. അത്രയും സിമ്പിളാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ വരുന്ന കുറച്ച് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. സെയിം ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ. ഇതിന് ഞാൻ പറയേണ്ട എന്ന് തോന്നുന്നു, കാരണം ഇത് നിങ്ങൾ ഓൾറെഡി ചെയ്യാൻ പഠിച്ചു. ഓക്കെ, ഇത് നിങ്ങൾ ഓൾറെഡി ചെയ്യാൻ പഠിച്ചു. കോസിൻ്റെ ഉള്ളിലാണ് നെഗറ്റീവ് വരുന്നെങ്കിൽ π മൈനസും, സൈൻ്റെ ഉള്ളിലാണ് നെഗറ്റീവ് വരുന്നെങ്കിൽ മൈനസ് സൈൻ ഇൻവേഴ്സും. അത് വെച്ചാൽ നിങ്ങൾക്ക് ഈ മോഡൽ ഏത് ചോദ്യം എന്താക്കാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റുമെന്നതാണ്. സോ പ്രിയപ്പെട്ട മക്കളെ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ ഇനി അടുത്തൊരു ഷോ ദാറ്റ് ക്വസ്റ്റ്യനിലേക്ക് എടുക്കുകയാണ്. സോറി കേട്ടോ. ഓക്കെ, ഷോ ദാറ്റ് ക്വസ്റ്റ്യൻസ്. അതെ, 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ രണ്ടാമത്തെ ടൈപ്പിലേക്കാണ് പോകുന്നത്, ഷോ ദാറ്റ് ക്വസ്റ്റ്യൻസ്. ഈ രീതിയിൽ നിങ്ങൾക്ക് sin 2θയും sin 3θയും വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു 4-5 ക്വസ്റ്റ്യൻസ്.
അതിൽ ഏത് വന്നാലും സിമ്പിളായിട്ടൊരു ട്രിക്ക് പറഞ്ഞുതരാം. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത് നോക്കാം. സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അതുകൊണ്ട് ആ സൈൻ ഇൻവേഴ്സ് എക്സിന് നമ്മൾ തീറ്റ കൊടുക്കാം. തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്, അല്ലെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്, തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് കൊടുത്തു. അപ്പോൾ നമുക്കറിയാം, അല്ല വേണ്ട, എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ കൊടുക്കാം. ഓക്കെ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന എക്സിൻ്റെ പൊസിഷനിൽ എന്ത് കൊടുക്കുന്നു? അതാണല്ലേ, എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് കൊടുക്കുന്നു. എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ തീറ്റ. യെസ്, ശ്രദ്ധിക്കട്ടെ മക്കളെ, നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. സോ ആ കാണുന്ന എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ സൈൻ തീറ്റ കൊടുക്കുന്നു. എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ. ഓക്കെ, പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ. അപ്പോൾ മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും ചെയ്യാൻ പോവാണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് 2 സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഞാൻ എന്തെടുത്തു, പുട്ട് അല്ലെങ്കിൽ ലെറ്റ് എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ. എന്തുകൊണ്ടാണ് സൈൻ തീറ്റ കൊടുക്കാൻ കാരണം? ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് പുട്ട് ചെയ്യേണ്ടത് എക്സിൻ്റെ സ്ഥാനത്താണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് ആണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് ആണ്. എക്സിൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാം. എക്സിൻ്റെ വാല്യൂ എവിടെ നിന്ന് മുതൽ എവിടെ വരെയാണെന്ന് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും. ഇതേപോലെ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് എക്സ് ആണ്. സിമിലർലി നമുക്ക് പറയാം സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. എക്സിൻ്റെ വാല്യൂ -π/2 ടു π/2. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം സൈൻ ഓഫ് ആണെങ്കിൽ -1 to 1. ഓക്കെ, ഇതാണെങ്കിലും എക്സ് ആണ്. ഈ രണ്ട് മോഡൽ വന്നാലും എക്സ് തന്നെയാണ്. ഇതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്ത ഇക്വേഷൻ. നമുക്ക് ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ ഇവിടെ സൈൻ ഇൻവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു സൈൻ തീറ്റ വരുന്ന രീതിയിലേക്ക് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വരുന്നത്? സൈൻ തീറ്റ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുന്നത്. നോക്കാം, നമുക്ക് ബാക്കി പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. മക്കളെ ഇനി ഈ കാണുന്നത് എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ട്രിഗണോമെട്രിയിൽ ആവശ്യമായുള്ള ഒരു ഇക്വേഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷനാണ്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സംശയമൊന്നുമില്ലല്ലോ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. സോ ഇതിൽ നിങ്ങൾക്ക് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. സോ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ആ കാണുന്ന ഇക്വേഷനാണ് ഇവിടെ കാണുന്നത്, റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കാണുന്ന സ്ഥലത്ത് സൈൻ ഇൻവേഴ്സ് ഓഫ് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതുന്നു. മക്കളെ അറിയാത്ത ആളുകൾ എഴുതി വെച്ചോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള +1 ട്രിഗണോമെട്രിയിലേക്ക് ആവശ്യമായുള്ള രണ്ടാമത്തെ ഇക്വേഷനാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. സൈൻ 2 തീറ്റയുടെ ഇക്വേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ആവശ്യമുണ്ട്. സൈൻ 2 തീറ്റ എന്നാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇവിടെ 2 തീറ്റ ആണെങ്കിൽ ഇവിടെ വെറും തീറ്റയാണ്, അതിൻ്റെ നേരെ പകുതി. ഇവിടെ 4 തീറ്റ ആണെങ്കിൽ ഇവിടെ 2 തീറ്റ വരും. ഇവിടെ ഇപ്പോൾ 6 തീറ്റ ആണെങ്കിൽ ഇവിടെ 3 തീറ്റ വരും. അതങ്ങനെ അങ്ങ് പോകും. ഇതേപോലെ ഇവിടെ വെറും സൈൻ തീറ്റ മാത്രമാണ് ഉള്ളതെങ്കിൽ അതിന് നമുക്ക് ഹാഫ് ആംഗിളായിട്ട് 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 എന്ന് എഴുതാം. ഇതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ആവശ്യമുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയ 3 എണ്ണവും +1 ട്രിഗണോമെട്രി പ്രകാരം നമുക്ക് ആവശ്യമുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു ഇക്വേഷൻ കൂടി കാണിച്ചു തരാം മക്കളെ. അത് മറ്റാരുമല്ല, കോസ് 2 തീറ്റയാണ്. അതായത് കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇതിന് പ്രൂഫ് നിങ്ങളിപ്പോൾ തൽക്കാലത്ത് പഠിക്കേണ്ട, +1 പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ തന്നെ കോസ് 2 തീറ്റനെ പോലെ തന്നെ നമുക്ക് കോസ് തീറ്റയും എഴുതാം. കോസ് സ്ക്വയർ തീറ്റ ബൈ 2 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഈ കാണുന്ന ഇക്വേഷൻസ് എല്ലാം നിങ്ങൾക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാണുന്ന ചാപ്റ്ററിലേക്ക് ഷോ ചെയ്യാനുള്ള പ്രോബ്ലത്തിലേക്കൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൈൻ ഇൻവേഴ്സ് ഓഫ് 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. മക്കളെ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്താ? ദാറ്റ് ഈസ് സൈൻ 2 തീറ്റയാണ്. സോ ആൻസറായി സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എന്നാൽ ആ ഉള്ള ആംഗിൾ 2 തീറ്റ. മക്കളെ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു എന്തായിരിക്കും? സൈൻ ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. ഓക്കെ, തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു തീറ്റ എന്ന് എടുക്കാം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ്. ഫുൾ മാർക്ക്. 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ്. ഇതാണ് പ്രൂവ് ചെയ്തത്. വളരെ സിമ്പിളാണ്. സിമിലർ മെത്തേഡിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ക്വസ്റ്റ്യൻ എന്താക്കാൻ പറ്റും? പ്രൂവ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് തീറ്റ ഈക്വൽ ടു എന്തെടുത്താൽ മതി? കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് എടുത്താൽ മതി, അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് എടുത്താലും മതി. ഓക്കെ, രണ്ടിൽ ഏതും എടുക്കാം. ഇവിടെ കോസ് ഇൻവേഴ്സ് എക്സ് ആണ്, സോ തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്. ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ. ഓക്കെ, എന്നിട്ട് ഇവിടെ കോസ് തീറ്റ കൊടുക്കുക. റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ വരും. അപ്പോൾ ഇവിടെ 2 കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ വരും. 2 കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്നാൽ സൈൻ 2 തീറ്റ തന്നെയാണ്. സോ ഇവിടെ
തീറ്റയുടെ സ്ഥാനത്ത് കോസ് ഇൻവേഴ്സ് എക്സ് ഇത് പ്രൂവ് ആവും. വളരെ സിമ്പിളാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി ഇതേ മോഡൽ ഇനി 1-2 ക്വസ്റ്റ്യൻസ്, അതായത് 3 തീറ്റൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് പബ്ലിക് ലൈവിലേക്ക് വരാം. സെയിം സിമിലർ മെത്തേഡ് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. സോ ഞാൻ അടുത്തൊരു വെറൈറ്റി ക്വസ്റ്റ്യനിലേക്ക് അടുക്കുകയാണ് മക്കളെ. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ഒരു കിടിലം ക്വസ്റ്റ്യനാണ് ഈ കാണുന്നത്. സിംപ്ലസ്റ്റ് ഫോം, ഇതാണ് അടുത്തൊരു ടോപ്പിക്. സിംപ്ലസ്റ്റ് ഫോം, സിമ്പിൾ ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെയാണ് ചെയ്യുക? വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു രസകരമായ റൂട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. ശ്രദ്ധിക്കുക, കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എന്ന ഫോർമാറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് കോസ് എക്സിന് ഞാൻ എന്ത് ചെയ്യുന്നു? കോസ് എക്സ് ബൈ 1 മൈനസ് സൈൻ എക്സിന് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. കോസ് എക്സിനെ ഞാൻ കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതുന്നു. കാരണം കോസ് 2x എന്ന കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണ്. ഡിവൈഡഡ് ബൈ 1നെ നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നതും സൈൻ സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറയുന്നതും 1 ആണ് അല്ലേ? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്, സൈൻ സ്ക്വയർ 4x പ്ലസ് കോസ് സ്ക്വയർ 4x ഒക്കെ 1 ആണ്. അങ്ങനെ ആ റൊട്ടേഷനിൽ വരുന്ന എല്ലാം എന്തായിരിക്കും? 1 ആയിരിക്കും. പിന്നെ ഇവിടെ എന്തുണ്ട്? സൈൻ എക്സ് ഉണ്ട്. സൈൻ എക്സിനെ തൊട്ട് മുമ്പ് നിങ്ങൾ കാണിച്ചു തന്നു, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. സൈൻ തീറ്റ ആണെങ്കിൽ 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 ആണ്. അപ്പോൾ ഈ കാണുന്ന ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദ ആൻസർ ഈസ് എന്ത് വരും? മൈനസ് 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 ഇങ്ങനെ വരും. ഓക്കെ, കാണുമ്പോൾ പേടി തോന്നും, പക്ഷെ വളരെ സിമ്പിളാണ്. കോസ് എക്സിനെ ഞാൻ എന്ത് ചെയ്തു? കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതി. 1നെ ഞാൻ എന്ത് ചെയ്തു? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് മൈനസ് 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 എന്ന് എഴുതി. ഇതെവിടെയെങ്കിലും പരിചയം ഉണ്ടോ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. ഇത് ഏതിൻ്റെ എക്സ്പാൻഷൻ ആടാ? യെസ്. അപ്പോൾ നമുക്ക് കിട്ടി കോസ് സ്ക്വയർ എക്സ്. ഇത് നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഡിവൈഡഡ് ബൈ ഇത് ഏതിൻ്റെ എക്സ്പാൻഷനാ? എ മൈനസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഷൻ ആണ്. എ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ, കോസ് സ്ക്വയർ എടുക്കാം. കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ അല്ലേ? കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. യെസ്, ഈ കാണുന്നതിൻ്റെ എക്സ്പാൻഷൻ ആണ്. അപ്പം നമുക്ക് മനസ്സിലായി, മുകളിൽ ഒരു കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 ഉണ്ട്, അടിയിൽ സ്ക്വയറും ഉണ്ട്, ഒരേ മോഡലിലെ 2 ടേമും ഉണ്ട്. സോ ഈ കാണുന്നത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ബാക്കിയുള്ളത്? കോസ് എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2. മക്കളെ ശ്രദ്ധിച്ചോളൂ, ഈ കാണുന്ന സ്റ്റെപ്പ് ഇതേപോലെ നിങ്ങളുടെ +1 ട്രിഗണോമെട്രിയിലെ ഒരു ഇക്വേഷനായിട്ട് കണക്ഷൻ ഉള്ളതാണ്. കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് എക്സ്, ഇവിടെ മൈനസ് അല്ല പ്ലസ് അല്ലേ, കോസ് എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സ് ബൈ 2 ഡിവൈഡ് ബൈ കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2. മക്കളെ നമുക്ക് ഈ ടാൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ ടാൻ ആണ് വരേണ്ടത്. അപ്പോൾ +1 ട്രിഗണോമെട്രിയിൽ ടാൻ ഉപയോഗിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ, 2 ഇക്വേഷനാണ് മെയിനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ളത്. അത് മറ്റാരുമല്ല, ടാൻ ഓഫ് എക്സ് പ്ലസ് വൈയും ടാൻ ഓഫ് എക്സ് മൈനസ് വൈയും. ഈ 2 ഇക്വേഷനാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ളത്. ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ. ഓക്കെ, ഇൻവെസ്റ്റ് വേണ്ടി കാണുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നുമെങ്കിലും നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് റിപ്പീറ്റ് അടിച്ച് കാണാം, ഇത് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. അതേപോലെ ടാൻ ഓഫ് എക്സ് മൈനസ് വൈ ആണെങ്കിൽ ടാൻ എക്സ് മൈനസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ. ഓക്കെ, ഈ കാണുന്ന 2 ഇക്വേഷനാണ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലസ് അടിയിൽ മൈനസ്. അപ്പോൾ നമുക്ക് ഇവിടെ ടാൻ കൊണ്ടുവരണം. അപ്പം ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ എന്ന ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ യെസ്, ഈ കാണുന്ന മുഴുവൻ കാര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? കോസ് എക്സ് ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കോസ് എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. ഞാൻ കാണിച്ചുതരാം എന്തിനാണെന്നുള്ളത്, ഞാൻ ലാസ്റ്റ് കാണിച്ചുതരാം. മക്കളെ ശ്രദ്ധിച്ചോളൂ. യെസ്, എന്തിനാണ് ഞാൻ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്, അതുകൊണ്ട് മിസ്സാക്കണ്ട. ഈ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്ത് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഞാൻ കോസ് എക്സ് ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കോസ് എക്സ് ബൈ 2. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 പ്ലസ് ടാൻ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ബൈ 2. ഓക്കെ, 1 പ്ലസ് ടാൻ എക്സ് ബൈ 2 ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ബൈ 2. ഈ കാണുന്നത് ടാൻ ഓഫ് പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ 2ൻ്റെ എക്സ്പാൻഷൻ ആണ്. ഇതേതാ?
ടാൻ എക്സ് പ്ലസ് ടാൻ എക്സ് പറഞ്ഞാൽ 1, ടാൻ പൈ ബൈ 4 പറഞ്ഞാൽ 1 പ്ലസ് ടാൻ വൈ, ടാൻ എക്സ് പ്ലസ് ടാൻ വൈ, ടാൻ എക്സ് പ്ലസ് ടാൻ വൈ, ടാൻ എക്സിൻ്റെ സ്ഥാനത്ത് പൈ ബൈ 4, ടാൻ പൈ ബൈ 4 പറഞ്ഞാൽ 1 പ്ലസ് ടാൻ വൈൻ്റെ സ്ഥാനത്ത് എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ, ടാൻ പൈ ബൈ 4 പറഞ്ഞാൽ 1 ഇൻറ്റു ടാൻ പൈ ബൈ 2. അപ്പോൾ നമുക്ക് ഈ കാണുന്ന സ്റ്റെപ്പ് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റി? ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ 2 എന്ന ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്താൻ പറ്റി. സോ ദ ആൻസർ ഈസ് വെരി സിമ്പിൾ. സോ നമുക്ക് ഈ കാണുന്ന ക്വസ്റ്റൻ എങ്ങനെ ചെയ്യാം? ഇതൊക്കെ നിങ്ങൾ സൈഡിൽ എഴുതിയാൽ മതി കേട്ടോ. ഇനി ഈ സ്റ്റെപ്പൊന്നും നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മാർക്ക് കുറയ്ക്കില്ല. നിങ്ങൾക്ക് ഞാൻ ഈ എഴുതി തന്ന സ്റ്റെപ്പുകൾ മാത്രം എഴുതിയാൽ മതി. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എന്ന് പറയുമ്പോൾ ഉള്ളുള്ള ആംഗിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2 ഇസ് ദ ഷോർട്ടസ്റ്റ് ഫോം അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഫോം. ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഈ കാണുന്ന സ്റ്റെപ്പാണ്. ഈ 3 സ്റ്റെപ്പ് എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് തരും. ഞാൻ എന്താ ചെയ്ത് ഒന്നും കൂടി പറഞ്ഞുതരാം. ആദ്യം കോസ് എക്സിന് എന്ത് ചെയ്തു? കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതി. 1 മൈനസ് സൈൻ എക്സിന് ഞാൻ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോർമാറ്റിലേക്ക് എഴുതി. എന്നിട്ട് കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്തു. എന്നിട്ട് ബാക്കി വന്നതിനെ ഞാൻ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു? ടാൻ ഓഫ് പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2ലേക്ക് കൺവേർട്ട് ചെയ്തു. അത് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്തത്? അത് ഈ ഫോർമാറ്റിലേക്ക് കൺവേർട്ട്. പറ്റുകയാണെങ്കിൽ ഈ സ്റ്റെപ്പും കൂടി ഒന്ന് എന്താക്കിക്കോളൂ, അവിടെ എഴുതിക്കോളൂ. ഇവിടെ ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് 1 പ്ലസ് ടാൻ എക്സ് ബൈ 2 ബൈ 1 മൈനസ് ടാൻ എക്സ് ബൈ 2 എന്ന് എഴുതിയാൽ നല്ലതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊരു A+ ലെവൽ ഈ ചാപ്റ്ററിലെ ഒരു അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ച് എനിക്കറിയാം ഇത് അത്യാവശ്യം പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമേ വരുള്ളൂ. അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കുറച്ച് ടഫായിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ വീഡിയോ മുഴുവനും കാണുക. ഇതുപോലെ ഇനിയും അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. മക്കളെ ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. ഇതിനെ ഇതേ രീതിയിൽ നിങ്ങൾ എന്താക്കണം? കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. എക്സ് ലെസ് ദാൻ പൈ ആണ് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിനെ നിങ്ങൾ എല്ലാത്തിനെയും കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. എല്ലാത്തിനും ഈ ക്വസ്റ്റനെ കംപ്ലീറ്റ് ആയിട്ട് കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. എന്താ സംഭവിക്കുക? ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ബൈ കോസ് എക്സ് 1 സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് എന്ന് കിട്ടും. സംശയമൊന്നുമില്ലല്ലോ. ഈ കാണുന്നത് എന്തിൻ്റെ എക്സ്പാൻഷനാണ്? ഈ കാണുന്നത് ടാൻ ഓഫ് പൈ ബൈ 4 മൈനസ് എക്സിൻ്റെ എക്സ്പാൻഷനാണ്. നേരത്തെ എക്സ് ബൈ 2 ആണ് വന്നത്, അതുകൊണ്ട് പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2. ഇവിടെ വന്നത് ടാൻ എക്സ് പൈ ബൈ 4 മൈനസ് എക്സ് ആണ്. ആൻസറായി മക്കളെ, കഴിഞ്ഞു. ടാൻ ഇൻവേഴ്സ് ഇതൊക്കെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ടാൻ പൈ ബൈ 4 മൈനസ് എക്സ് നേരത്തെ ചെയ്ത അതേ ഫോർമാറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻ. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എന്ന് പറഞ്ഞാൽ സോ ആൻസർ ഈസ് പൈ ബൈ 4 മൈനസ് എക്സ്. ഇതാണ് ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ക്വസ്റ്റ്യനും നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യനും ഏകദേശം ഒരേ ഫോർമാറ്റിൽ വരുന്നതാണെങ്കിൽ പോലും ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഹാഫ് ആംഗിൾ യൂസ് ചെയ്തുകൊണ്ടാണ് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ എന്താക്കണം? എഴുതി പഠിക്കണം. വീഡിയോയുടെ ഫീഡ്ബാക്ക് മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ പേരറിയാത്ത ആളുകൾക്ക് പ്രത്യേകിച്ച് ഞാൻ ഓർമ്മിക്കുകയാണ്, ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ പ്ലസ് സൈലന്റ് ലേണിംഗ് അല്ലേ, അറിയുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, പേരറിയാത്ത ആളുകൾക്കൊന്ന് നോട്ട് ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സുകളുടെയൊക്കെ ഫീഡ്ബാക്കുകൾ കമൻ്റ് ആയിട്ടും മെസ്സേജ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് എന്താക്കാം അറിയിക്കാം. സോ ഒറ്റ കാര്യം കൂടി ഞാൻ പറയുകയാണ്. യെസ്, ഒരു 2 ക്വസ്റ്റ്യൻ കൂടി. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് എക്സ്. മകളെ 1ൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഞാൻ ആദ്യം ഈ ടാൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ ടാൻ വരണം. അപ്പോൾ അതിന് വേണ്ടി 1 മൈനസ് കോസ് എക്സിനെ ഞാൻ ഒന്ന് മാറ്റാൻ പോവാണ്. 1 മൈനസ് കോസ് എക്സിനെ ഞാൻ എന്താക്കുന്നു? 1നെ ഞാൻ കോസ് സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതുന്നു. ഓക്കെ, എന്തിനാണ് എക്സ് ബൈ 2 എടുക്കാൻ കാരണം വെച്ചാൽ അവിടെ കോസ് എക്സ് ആണ്. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ് എക്സിനെ എനിക്ക് എന്താക്കാം? ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് ഇട്ടു. കോസ് എക്സിനെ എനിക്ക് എന്താക്കാം? കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതാം. ഞാൻ ആദ്യം തന്നെ പഠിപ്പിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്താണ്? കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, എന്താ ഞാൻ ചെയ്തത്? 1നെ ഞാൻ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, ഇവിടെ എക്സ് ബൈ 2 എടുക്കാനുള്ള റീസൺ ഇവിടെ കോസ് എക്സ് ആയതുകൊണ്ടാണ്. 2x ആണെങ്കിൽ കോസ് 2x ആണെങ്കിൽ ഞാൻ ഇവിടെ കോസ് സ്ക്വയർ എക്സ് തന്നെ എടുക്കുള്ളൂ. അതാണ് ഹാഫ് ആംഗിൾ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഈ മൈനസും ഈ പ്ലസും കട്ടായി പോകും. സൈൻ സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് മൈനസ് ദാറ്റ് ഈസ് ഇക്വൽ ടു പ്ലസ് ആവും. ദാറ്റ് ഈസ് ഇക്വൽ ടു 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 വരും. ഓക്കെ, ഇനി അടിയിൽ 1 പ്ലസ് കോസ് എക്സിന് ഇതേപോലെ എഴുതുന്നു. 1നെ ഞാൻ കോസ് സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2. സെയിം ഇക്വേഷൻ തന്നെ തോന്നുന്നു, ഒരു മാറ്റമില്ല. ആകെ പ്ലസ് മൈനസ് മാറുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഏതൊക്കെ ക്യാൻസൽ ആവാം? മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കിട്ടുന്നത് 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ആണ്. ഈ കാണുന്ന ഇക്വേഷനാണ് ഞാൻ അവിടെ കൊടുക്കുന്നത്. റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് അല്ലേ,
ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ഈ സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി പരീക്ഷക്കും 2 sin square x by 2 ഇനി എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല റൂട്ട് ഓഫ് 2 sin square x by 2 ഡിവൈഡഡ് ബൈ 2 cos square x by 2 2 കട്ടായി പോയി സ്ക്വയറും റൂട്ടും കട്ടായി പോകും ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ x by 2 റൂട്ടും ഇതും കട്ടായി പോയി സോ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ x by 2 ദാറ്റ് ഈസ് ഈക്വൽ ടു x by 2 is the right answer. വളരെ സിമ്പിൾ. അതായത് ഈ കാണുന്ന ക്വസ്റ്റ്യനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താണ് ഈ കാണുന്നത്. നല്ല രസമല്ലേ ഇത് കാണുമ്പോൾ ചെയ്യാൻ പറ്റുമ്പോൾ ഇത് ഈ ഒരു ഐഡിയ നിങ്ങൾ ആകെ ഇതിൽ ഐഡിയ കിട്ടുന്നത് മെയിനായിട്ട് നിങ്ങൾ +1 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലെ ഇതുപോലത്തെ ഹാഫ് ആംഗിൾസിനെ പറ്റി മാത്രമാണ്. അതറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്താക്കാൻ പറ്റും ചെയ്യാൻ പറ്റും. സോ ഇനി ഞാൻ ബാക്കി നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ഇത് ഒരുപാട് തവണ നിങ്ങളുടെ എക്സാമിന് വന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇന്നത്തെ ലിങ്ക് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇന്നത്തെ ലൈവിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ കാണുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് വരെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുന്ന വീഡിയോകളിലേക്ക് പ്ലേലിസ്റ്റുകളിലേക്ക് ഇത് ആഡ് ചെയ്ത് വെച്ചേക്കുക. സോ അത് ഞാൻ ഇനി ഇപ്പോൾ പറയുന്നില്ല, അത് നമുക്ക് പബ്ലിക് ലൈവിൽ എന്താക്കാം ഡിസ്കസ് ചെയ്യാം. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഈ കുറേ നേരമില്ല 2 ക്വസ്റ്റ്യൻ. ഈ രീതിയിൽ ഏത് ചോദ്യം വന്നാലും വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ഉള്ളിൽ നിന്ന് അല്ലേ ഏറ്റവും ഉള്ളിൽ നിന്ന് നമ്മൾ എന്താക്കുകയാണ് പുറമേക്ക് വരികയാണ്. ഇതിന് ഏറ്റവും ഉള്ളിലുള്ള ഇക്വേഷൻ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 ആണ്. ഓക്കെ സോ ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2. അപ്പോൾ സൈൻ എക്സ് ഈക്വൽ ടു എന്ത് വരും 1/2 വരും. സൈൻ എക്സ് ഈക്വൽ ടു 1/2 ആണ് എങ്കിൽ മക്കളെ ഈ കാണുന്ന ഇക്വേഷൻ ടാൻ ഇൻവേഴ്സ് ഓഫ് 2 cos 2 × 1/2 സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ എത്ര സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്നാൽ എത്ര ആംഗിൾ ഇടാ സൈൻ 1/2 എന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ദാറ്റ് ഈസ് 30 ഡിഗ്രി ആണ് π/6 ആണ്. സോ 2 × π/6 ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2 cos π/3. ഓക്കെ എന്താണ് cos π/3 എന്നാൽ എത്ര cos π/3 എന്ന് പറഞ്ഞാൽ എത്ര cos π/3 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണ് cos π/3 cos 60 ദാറ്റ് ഈസ് ഓൾസോ 1/2 ആണ്. സോ ഇതിന് ആൻസർ എന്തൊരു ടാൻ ഇൻവേഴ്സ് ഓഫ് 2 × cos π/3 1/2. സോ 2 കട്ടെ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്രടാ ദാറ്റ് ഈസ് π/4. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ അപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ഉള്ളിൽ നിന്ന് തുടങ്ങി കൊണ്ടുവന്നാൽ മതി. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റും. ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് 2024 തോന്നുന്നു ഈ സെയിം ക്വസ്റ്റ്യൻ 2 മാർക്കിന് വന്നിട്ടുണ്ട്. ഓക്കെ സോ ഈ കാണുന്ന ടോപ്പിക്കിൽ നിന്നും ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഈ രീതിയിൽ നമ്പർ വെച്ചിട്ടൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ടഫുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചാൽ ടഫുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഇത് രണ്ടും ഞാൻ എന്താക്കി തരാം ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. സോ മക്കളെ ഇനി ഇതല്ലാതെ ഇത് രണ്ടോ അല്ലെങ്കിൽ ഇത് രണ്ടോ ഏതും പറ്റും ഏതായാലും പറ്റും. രണ്ടും സെയിം ആണ്. ഈ 3 മോഡൽ ക്വസ്റ്റ്യനും സെയിം ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മോഡൽ ഞാൻ ഇവിടെ കാണിച്ചു തരും. അതിൻ്റെ മുമ്പ് ഇത് 3 കേട്ടോ. ഓക്കെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ പോവാണ് മക്കളെ. നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് ഉള്ളിൽ വരണം അല്ലേ. ഇനി അല്ല എങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ നോക്കണം. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ പോവാണ്. സോ ഉള്ളിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5 ആണ്. ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5. ഓക്കെ ഞാൻ ഈ കാണുന്നതിന് എക്സ് എന്നും ഈ കാണുന്നതിന് വൈ എന്നും കൊടുത്തു. വൈ ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് ഓഫ് 3/2. ഓക്കെ ഇതിൽ നമുക്ക് എന്ത് ചെയ്താൽ സൈൻ എക്സ് ഈക്വൽ ടു 3/5 സൈൻ എക്സ് എന്ത് കൊടുത്തു 3/5 കൊടുത്തു. വൈ കോട്ട് വൈ ഈക്വൽ ടു കോട്ട വൈ അല്ല കേട്ടോ കോട്ട് വൈ ഈക്വൽ ടു 3/2. ഓക്കെ ഇത് രണ്ടും കൊടുത്തു. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ ഞാൻ ചെയ്യാൻ പോകുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ ടാൻ വരണം. അപ്പോൾ ടാൻ കിട്ടണമെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ ടാൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ വരക്കാം. ഏതെങ്കിലും ഒരു ആംഗിൾ എക്സ് കൊടുക്കാം. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് സൈൻ എക്സ് എന്നാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ 3/4 ആയിരിക്കും. ടാൻ എക്സ് ഈക്വൽ ടു 3/4 ഇതിൽ നിന്ന് അതേപോലെ കോട്ട് വൈ എന്ന് പറഞ്ഞാടാ അല്ലെങ്കിൽ ഇതിൽ തന്നെ ടാൻ വൈ കിട്ടുമല്ലോ. ടാൻ വൈ തിരിച്ചു ചെയ്താൽ പോരെ. ടാൻ വൈ ഈക്വൽ ടു 2/3 ആണ്. ഓക്കെ അപ്പോൾ ഈ കാണുന്നത് 3/5 സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5 എന്നുള്ളത് എക്സും കോട്ട് ഇൻവേഴ്സ് ഓഫ് 3/2 ഉള്ള വൈയും എടുത്തു. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടാൻ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5 എന്നുള്ള എക്സും മറ്റേ വൈയും. അങ്ങനെ ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്താ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ. ഇതാണ് ഇക്വേഷൻ.
അല്ലേ? ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്നാണ്. കാരണം ഈ ഇക്വേഷൻ വരാനുള്ള കാരണം എന്താ? ഈ കാണുന്ന മുഴുവൻ ടൈമിനെ ഞാൻ എക്സ് ആയിട്ടും ഇതിനെ ഞാൻ വൈ ആയിട്ടും കൺസിഡർ ചെയ്തു. ഈ മോഡൽ വന്നാൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടി ടാൻ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 3/4 ആണ്. സോ ടാൻ എക്സ് ആണ് 3/4 പ്ലസ് ടാൻ വൈൻ്റെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് 2/3 ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ 1 മൈനസ് 3/4 ഇൻറ്റു 2/3. സോ ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടടാ? യെസ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 9 പ്ലസ് 8 17, 17/12/1 മൈനസ് 6/12. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വൽ ടു 7/12 ബൈ 12 മൈനസ് 6, 6/12. 12ഉം 12ഉം കട്ട് ചെയ്തു. സോ ദ ഫൈനൽ ആൻസർ ഈസ് 17/6 ഈസ് ദ റൈറ്റ് ആൻസർ. ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? 17/6 ആണ്. സോ ഈ മോഡൽ ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്താക്കാൻ പ്രതീക്ഷിക്കാം. ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഈ മോഡലിലെ ചോദ്യങ്ങളെ നിങ്ങളെ പരീക്ഷ ഹാളിൽ കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ എന്ത് തന്നെയാണെങ്കിൽ നിങ്ങളുടെ പരീക്ഷ എളുപ്പമാണെങ്കിൽ ഒക്കെ തന്നെ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഈ കാണുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ കാണുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഏതായാലും കുഴപ്പമില്ല. മകളെ ശ്രദ്ധിച്ചോളൂ, ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാക്കി 2 ക്വസ്റ്റ്യനും നിങ്ങൾ എന്താക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3 എങ്ങനെ ചെയ്യാം? മക്കളെ ഇതുപോലെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3 ചെയ്യുമ്പോൾ പല ആളുകളും ആൻസർ ചെയ്യാൻ വേഗം എന്ത് ചെയ്യും? യെസ്, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്നാൽ എക്സ് അല്ലേ എന്ന് പറയും. സോ 2π/3 എന്ന് ആൻസർ ചെയ്തു. മക്കളെ അത് തെറ്റാണ്. 2π/3 അല്ല. കാരണം 2π/3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം എത്ര? 2 × 60 ദാറ്റ് ഈസ് 120 ഡിഗ്രി വരും. നമുക്കറിയാം സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് വരുന്നത് -π/2 to π/2 ആണ്. -90 മുതൽ +90 വരെ. അപ്പോൾ 120 ഡിഗ്രി ആകുമ്പോൾ അധികമാണ്. അപ്പോൾ ഇതിന് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി സിമ്പിളായുള്ള ഒരു ഐഡിയ പറഞ്ഞുതരാം. ആദ്യം സൈൻ 2π/3 ഒന്ന് ചെറുതാക്കാം. മക്കളെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ 2നോട് ഏറ്റവും അടുത്തുള്ള 3ൻ്റെ മൾട്ടിപ്പിൾ ഏതാണെന്ന് നോക്കാം. മുകളിലത്തെ കേട്ടോ. അപ്പോൾ നമുക്കറിയാം സൈൻ ഓഫ് 2നോട് ഏറ്റവും അടുത്തുള്ള 3ൻ്റെ മൾട്ടിപ്പിൾ 3 തന്നെയാണ് അല്ലേ? അപ്പോൾ 3π - π എന്ന് എഴുതിയാൽ എന്ത് കിട്ടും? 2π/3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊന്ന് മാറ്റിയ 3π/3 എന്നാൽ π -π/3 എന്ന് എഴുതാം. സൈൻ ഓഫ് π - π/3, സൈൻ ഓഫ് π - π/3. π മൈനസ് ആണെങ്കിൽ നോ ചേഞ്ച് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് +1. സോ സൈൻ തന്നെ വരും. π മൈനസ് ആണെങ്കിൽ നോ ചേഞ്ച്, π/2 ആണെങ്കിൽ π മൈനസ് എന്നില്ല, π ആണെങ്കിൽ നോ ചേഞ്ച്, π/2 ആണ് ചേഞ്ച്. ഓർമ്മ ഉണ്ടോ? ഓക്കെ, അപ്പോൾ π മൈനസ് ആണ്. അപ്പോൾ π മൈനസ് എന്ന് പറയുമ്പോൾ എവിടെ ക്വാഡ്രൻ്റ് വരും? ഇവിടെ π. മൈനസ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ്, ക്ലോക്ക് നടക്കുന്ന ഡയറക്ഷൻ ക്വാഡ്രൻ്റ് 2. ക്വാഡ്രൻ്റ് 2 സൈൻ പോസിറ്റീവ് ആണ്. സോ ദ ആൻസർ ഈസ് സൈൻ π/3 വരും. സോ ആൻസർ ആയി സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ π/3 ദാറ്റ് ഈസ് ഈക്വൽ ടു π/3 ആണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. കാരണം 60 ഡിഗ്രി എന്താണ്? 90ൻ്റെ ഇടയിലാണ്. സോ മക്കളെ ഇന്നത്തെ ക്ലാസ് ഈ ഒരു സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒട്ടുമിക്ക A+ ലെവൽ ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ലൈവിലോ ഡിസ്കസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ മറക്കണ്ട, ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. 0 അല്ല കേട്ടോ, ഞാൻ വെറുതെ എത്തുന്നുള്ളൂ. അപ്പോൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ഈ ഒരു വീഡിയോൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ബൈ.